അങ്ങനെ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഹലോ ഗായ്സ്, വെൽക്കം ടു ബ്ലഷ ആൻഡ് അപ്പോൾ ഇന്നതേ നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. പക്ഷെ നമ്മുടെ എലിസബത്തും അന്നാച്ചിയും അവരിപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇതിലും നമ്മളെല്ലാവരും ഒരുമിച്ച് വീട്ടിലുണ്ടായിരുന്നു. അവരിന്നതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എലിസബത്തിന് എക്സാം ഉണ്ട്. അതുകൊണ്ട് എലിസബത്തും അന്നാച്ചിയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല. പക്ഷെ ബെറാക്കി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് പതുക്കെ കാണാം. ഇതാണ് നമ്മുടെ ചേട്ടൻ കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആണ്ടെ അളിയൻ പുറകിലിരിക്കുന്നു. ഇന്ന് തിരക്ക് പൊതുവെ കുറവായിരിക്കും എന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ പോകുന്ന സാറ്റർഡേയിലാണ്. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് കേട്ടോ പോണേ? മാഹിം. അത് കഴിഞ്ഞാൽ ബാന്ദ്ര ചർച്ച്, അത് കഴിഞ്ഞിട്ട് ബോർവെല്ലി നാഷണൽ പാർക്ക്. 3 സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ടില്ലേ നമ്മൾ. അപ്പൊ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് എനിക്കും ബെറാക്കിക്കും അമ്മച്ചിക്കും. ഞങ്ങൾ ആദ്യമായി ഒരു സാധനത്തിന് നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. അത് ഏതാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാം. കണ്ടോ, അത് ഉപ്പുപാടം കേട്ടോ. ഉപ്പുപാടം, അതായത് ഇവിടുന്ന് ഉപ്പ് പ്രൊഡക്ഷൻ. ടാറ്റ സോൾട്ട് ഇല്ലേ, നമ്മുടെ ടാറ്റ സോൾട്ട്, അത് ഇവിടുന്ന് കുറെ സ്ഥലങ്ങളിലുണ്ടാവും. അത് ഒരെണ്ണം ഇവിടെ. ബെറാക്കി ഉറങ്ങി കേട്ടോ. കാണുന്നത് ഗോദ്രേജിന്റെ ഫ്ലാറ്റ് ആട്ടെ, 4 അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഈ മരത്തിന്റെ പ്രത്യേകത ഈ സമയമാകുമ്പോഴത്തേന്, ഇത് സമ്മർ ടൈം അല്ലേ, ഇവിടെ ഇപ്പം മരത്തിന്റെ അകത്ത് ഇല എല്ലാം കൊഴിഞ്ഞിട്ട് ഇനി പൂ മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാണാൻ ഭയങ്കര രസമായിരിക്കും. ഇത് റോഡ് മൊത്തം ഉണ്ട്. അതാണ്ട് അതെ, അവിടെ കാണാലോ. ആണ്ട് നമ്മുടെ പാലാരിവട്ടം, പാലാരിവട്ടമല്ലല്ലോ, നമ്മുടെ വൈറ്റിലപ്പാലം ഓർമ്മ വരുന്നത്. ടവറുകൾ മാത്രം കണ്ടോ, ടവറുകൾ മാത്രം. ഇത് കാറിന്റെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് വിൽക്കുന്ന കടകൾ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നിറച്ച് കിടക്കുന്നത്. അവിടെ തൊട്ടുണ്ട്, അപ്പുറത്തും ഉണ്ടല്ലേ. അമ്പ ഇവിടെ എല്ലാ കാറിൻ്റെയും പാർട്സ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാ കാറിൻ്റെയും ഇഷ്ടം പോലെ. ഇതൊരു കാറിൻ്റെ പാർട്സിൻ്റെ മാർക്കറ്റ് പോലെ. ഇത് ഈ സൈഡും അപ്പുറ സൈഡും ഉണ്ട്. സെയിം കുർല അല്ലേ, കുർല. ഈ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വണ്ടിയുടെ അവിടെ നിൽക്കണോ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ടയറോ എന്തെങ്കിലും സാധനം കാണത്തില്ല. വേണ്ട, എവിടെയൊക്കെ വണ്ടി പൊളിച്ചിട്ട്, പൊളി കണ്ടിട്ടേക്കുന്നു, പൊളിച്ചിട്ട് കണ്ടത് സ്ക്രാപ്പ് അതൊക്കെ. പക്ഷെ അതിൻ്റെ അകത്തു നിന്നൊക്കെ പാർട്സ് എടുക്കും. നിത മുകേഷ് അംബാനി ജൂനിയർ സ്കൂളാട്ടോ. നിത മുകേഷ് അംബാനിയുടെ ജൂനിയർ സ്കൂളാണ് ഈ കാണുന്നത്. കൊള്ളാം. ഇത് കൊള്ളാലോ. ഇതെല്ലാം വലിയ ഓഫീസുകളൊക്കെ. ഇത് നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത് ഞാൻ. അതാ ധീരുഭായ് ഇന്റർനാഷണൽ സ്കൂൾ കണ്ടോ, അതാ കാണുന്നത്. അത് കഴിഞ്ഞു, അത് ജസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ധീരുഭായ് അംബാനി സ്ക്വയർ. ഇത് അടിപൊളി. ഇവർക്ക് ഇത്ര ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ ഈ സാധനം. ജിയോ വേൾഡ് പ്ലാസ കൊള്ളാം. നൈസായിട്ടാ അവർ പണിത് വരുമ്പോഴേ പെയിന്റ് അടിച്ച് പോരുക. അത് കൊള്ളാം. അണ്ടർഗ്രൗണ്ട് മെട്രോയുടെ സ്റ്റേഷൻ. ഇത് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ താഴെ കൂടെ മെട്രോയും പോകുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട സ്ഥലങ്ങളെല്ലാം ഈ BKC എന്ന് പറയും. BKC എന്ന് പറഞ്ഞാൽ ബാൻഡ്ര കുർള കോംപ്ലക്സ്. അവിടെയാണ് ഈ പരിപാടികളെല്ലാം നമ്മൾ കണ്ടത്. ഇതല്ലേ, അതാരാണോ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയ സ്ഥാപക നേതാവാണല്ലേ. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ശിവസേനയുടെ ഏറ്റവും വലിയ കിങ് ആയിരുന്നല്ലേ. ഇതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ധാരാവിക്ക് പോവാം. നമ്മള് മാഹിം പള്ളിയിലെത്തി. ഇതാണ് മാഹിം പള്ളി. മാഹിം പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ബുധനാഴ്ചയും ഇവിടെ നൊവേനയുണ്ട്. രാവിലെ തൊട്ട് നൊവേന തുടങ്ങും, രാത്രി വരെ ഉണ്ട്. നമ്പർ എത്ര എണ്ണം എനിക്കറിയത്തില്ല. എല്ലാ മലയാളികളും വരുന്നതാന്ന് തോന്നുന്നല്ലേ. മറാഠിയിലുണ്ട്, തമിഴുണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. മലയാളം ഇല്ല. മലയാളികൾ നോർമലി കൂടുന്നത് ഹിന്ദിയാണ്. എന്റെ പപ്പ ഉണ്ടാകുന്ന സമയത്ത് പപ്പയും അമ്മയും കൂടെ അവിടുന്ന് ബൈക്കിന് വരുമായിരുന്നു ഇവിടെ രാവിലെ. ഇവിടെ അത്യാവശ്യം മിക്ക മലയാളികളും ബോംബെ വരുമ്പോഴത്തേനും ഇവിടെ വരാറുണ്ട്. ഇവിടെ ബുധനാഴ്ച ദിവസങ്ങളിലാണ് മെയിനായിട്ട് ഇവിടുത്തെ നൊവേനയും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നല്ല തിക്കും തിരക്കുമായിരിക്കും. കാരണം നമ്മുടെ മലയാളികൾ തന്നെ ഇഷ്ടം പോലെ പേര് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്കും ഭയങ്കര വിശ്വാസമാണ്. മുസ്ലിംസ് ആയാലും ഹിന്ദുസ് ആയാലും വരും ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിച്ച അച്ചട്ടാന്നാണ് പറയുന്നത്. 9 ആഴ്ചയുടെ നേർച്ചയാണ്. അതായത് 9 ആഴ്ച നേരും, കണ്ടിന്യൂസ് 9 ആഴ്ച വരാമെന്ന് ബുധനാഴ്ച. പക്ഷെ നമ്മൾ മലയാളീസ് നോർമലി എല്ലാവരും എല്ലാ ബുധനാഴ്ചയും വരും. അങ്ങനെ നമ്മുടെ അളിയനും
അതായത് നമ്മുടെ ബെഡ്. ഓ ബെഡൊക്കെ എഴുന്നേറ്റോ? എൻ്റെ കുഞ്ഞു ബെഡ് നീ എപ്പോൾ എഴുന്നേറ്റ് നീയോ? അമ്മച്ചി വരുന്നു. ഇതാണ് പള്ളി കേട്ടോ, സെന്റ് മൈക്കിൾ ചർച്ച്. പക്ഷെ ഇവിടെ മാതാവിന്റെ നൊവേനകളിലാണ് ആളുകൾ കൂടുതൽ. ഇവിടെ നല്ല തിരക്കുള്ള പള്ളിയാണ്. ഇതിപ്പോ ബുധനാഴ്ച അല്ലാത്തതുകൊണ്ടാണ്. ബുധനാഴ്ചകളിലാണ് നിറച്ച ആളുകൾ. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ ബെറാക്കി ആദ്യമായിട്ട് മാഹിംപള്ളി വന്നത് കസേരയിൽ ഇരിക്കുക. എന്നെ പുന്ന അത്ഭുതമൊക്കെ നടന്നൊരു രൂപമാണ് കേട്ടോ ഇത്. ഇത് പള്ളിയുടെ ആഘോഷമാണ്. അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടോ, നമ്മുടെ കലൂര് പള്ളിയിലൊക്കെ പോലെ. കാരണം അത്ര ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ വരാൻ നേരത്ത് ഇരിക്കാനൊക്കെ ആയിട്ട് സ്പേസ് സെറ്റ് ചെയ്തേക്കുന്നത്. പപ്പ ഉണ്ടായിരുന്നിടത്തോളം കാലം വരുമായിരുന്നു. എല്ലാ ബുധനാഴ്ചയും പപ്പയും മമ്മിയും കൂടെ അവിടുന്ന് ബൈക്കിന്, അവിടുന്ന് ദൂരം ഉണ്ടോ ഒത്തിരി, പക്ഷെ എന്നാലും അവർ രണ്ടുകൂടെ ബൈക്കിന് വരുമായിരുന്നു എല്ലാ ബുധനാഴ്ചയും. നിങ്ങളെ കയറ്റിയിരുത്തി കൊണ്ടുവരുമായിരുന്നല്ലേ? ഞങ്ങൾക്ക് അവധിയുള്ള ദിവസവും ഞങ്ങളും ബൈക്കിന് വരും. 4 പേരോട് ഒരുമിച്ച് വരും ബൈക്കിന്. ഇവരെ കണ്ടിട്ടെങ്ങാണ്ടോ നമ്മുടെ രത്തൻ ടാറ്റ ഞാൻ ഇറക്കിയെന്ന് തോന്നുന്നു. ഇത് മാഹിംപള്ളിയുടെ സ്കൂളാട്ടോ. ഇവിടെ എല്ലാ ബുധനാഴ്ചയും കൗൺസിലിങ്ങും കൺഫെഷനും ഉണ്ട്. അപ്പം ലാറ്റിനിലെ അച്ഛന്മാരും മലയാളികളായിരിക്കും ചിലവരിയ്ക്കുന്നത്. ഡയറക്റ്റ് കയറി കമ്പസായിരിക്കുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യണമെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാം. എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മാഹിംപള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ നേരെ ബാൻഡ്രയിലേക്കാണ് പോകുന്നത്. ബാൻഡ്ര പള്ളിയിലേക്ക് പോകുന്നു. പിന്നെ അവിടെ തന്നെ നമ്മുടെ ഷാറുഖ് ഖാൻ്റെ വീടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. നമ്മളിനി നേരെ ബാൻഡ്ര, അതർ സൈഡ് ഓഫ് ബോംബെ. എനിക്ക് മറ്റേ ധാരാവിയിൽ എങ്ങനെയാണ് തമിഴരും പിന്നെ കൂടുതൽ തമിഴ് പിന്നെ മലയാളിയുണ്ട്, അതുപോലെ നോർത്ത് ഇന്ത്യൻ കുറേ ഉണ്ട്. അവിടേക്ക് ഇപ്പോൾ ടവറൊക്കെ വന്നു തുടങ്ങിയെന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ ഒക്കെ മാറ്റങ്ങൾ നല്ലതാണ്. അങ്ങനെ നമ്മൾ ബാൻഡ്ര പള്ളിയുടെ പരിസരത്തേക്ക് കയറി ഇങ്ങനെ ഒരു വലിയൊരു വളമൊക്കെ വളഞ്ഞ് സ്ട്രെയിറ്റ് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. അപ്പം ഞങ്ങൾ ബാൻഡ്ര പള്ളിയുടെ പരിസരത്തെത്തി. ഇവിടെ സൈഡിൽ ഇങ്ങനെ കുറേ സമയം അതുകൊണ്ട് ഇതൊക്കെ വിൽക്കാൻ നിൽക്കുന്നു. നമ്മളത് മേടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പള്ളിയുടെ അവിടെ എത്തിയതാണ്ട് ഇതാണ് പള്ളി. അവിടെ എന്താണ് പരിപാടി നടക്കുമെന്ന് തോന്നുന്നു. എന്താ പരിപാടി നടക്കുന്നുണ്ടോ ഇവിടെ പള്ളിയിൽ? ഈ മാതാവ് കടലിൽ നിന്ന് കിട്ടിയതാ. ഈ പള്ളിയിൽ ഇരിക്കുന്നത് അല്ലേ? കടലിൽ നിന്ന് ഒഴുകി വന്നായിരിക്കും. ഒഴുകി വന്നത്. ഓക്കെ. സെപ്റ്റംബർ 8 തീയതിയാണ് ഇവിടുത്തെ മെയിൻ പെരുന്നാൾ. ആ ഒരാഴ്ച ഫുൾ ഇവിടെ പെരുന്നാളാണ്. സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ. അയ്യോ, എനിക്ക് അങ്ങനെ പള്ളിയുടെ അകം എന്തോ പണിയുണ്ട് കേട്ടോ. പള്ളിയുടെ അകത്ത് വർക്ക് നടക്കും. അതുകൊണ്ട് പള്ളി ഇങ്ങോട്ട് മാറ്റിയെന്ന് തോന്നുന്നു. പള്ളി അകത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റി. കാരണം പള്ളിയിൽ എന്തോ റിനോവേഷൻ്റെ പരിപാടി നടക്കും. അതുകൊണ്ട് ഇവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയേക്കുക. അപ്പോൾ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. നമ്മുടെ അർത്തിങ്കൽ പള്ളിയില്ലേ, അർത്തിങ്കൽ പള്ളിയുടെ ഒക്കെ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ അകം. ഇതാട്ടോ ഇവിടുത്തെ മാതാവ്. ഈ മാതാവിനെയാണ് കടലിൽ നിന്ന് കിട്ടിയത്. നമുക്ക് ആ പള്ളിയുടെ അകം എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കിയാലോ. നോക്കട്ടെ, ഇതിൽ ഫ്രണ്ട് വശം വല്ലതും കാണാൻ പറ്റുവാണെങ്കിൽ. പള്ളിയുടെ അകം ഭയങ്കര രസമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓക്കെ. ഓ, അകത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. കാരണം കണ്ടോ, അത് കണ്ടോ, നിറച്ച് വർക്ക് നടക്കുക. അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു അർത്തിങ്കപ്പള്ളി, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മംഗലപ്പുഴ സെമിനാരിയുടെ അകത്തെ പള്ളിയിൽ പോയിട്ടുണ്ടോ? മംഗലപ്പുഴ സെമിനാരിയുടെ അകത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെയൊക്കെ ആ ഒരു ഗോത്തിക് സ്റ്റൈലില്ല, ഇതല്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുന്ന് ഫുള്ള് സ്റ്റോളാണ്. ഇവിടെ നടക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കും തിരക്കാണ് സെപ്റ്റംബറിൽ. ഈ വഴി നമ്മൾ താഴത്തേക്ക് പോകുമ്പോഴാണ് ഷാറുഖ് ഖാന്റെ വീടിന്റെ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുന്നത് കേട്ടോ. ഈ ഏരിയ താമസിക്കുന്ന എല്ലാവരും നമ്മുടെ ഷാറുഖ് ഖാന്റെ നെയ്ബേഴ്സ് ആട്ടോ. ഇത് കണ്ടോ, ഇത് വേറൊരു സാധനം. എന്താ പറഞ്ഞത്? ഇവിടെ നിന്ന് ഡയറക്റ്റ് പള്ളി അങ്ങനെ കാണാം. ആ ബെസ്റ്റ്. ഇതിൽ നമുക്ക് കയറി, എനിക്കതിനെ കൊന്തയൊക്കെ ചെല്ലി കയറി പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരാനുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു. ഇങ്ങനെ കയറി ചെല്ല് അല്ലേ, കൊന്തയൊക്കെ ചെല്ലി കയറി ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഇത് ഒന്നാമത്തെ രഹസ്യം, ഇത് രണ്ടാമത്തെ രഹസ്യം, അത് 3, 4, 5. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ ഹൈ, അതന്നെ അങ്ങനെ. അപ്പോൾ ഇതങ്ങനെയല്ല കേട്ടോ, ഇതങ്ങനെയല്ല, ഇത് വേറെ എന്തോ സെറ്റപ്പാണ്. ഓ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ വ്യൂ കറക്റ്റ് കാണാം. ഇത് ഫാത്തിമ മാതാവ് കേട്ടോ. ഇതെന്തിനാ ഇങ്ങനെ പണിതിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചോ ഞാൻ. ഓക്കെ, ചുമ്മാ വെച്ചേക്കുന്നതാണ്, ചുമ്മാ വന്നിട്ടേക്കുന്നതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എനിക്ക് തന്നെ അടിവശത്തേക്ക് എന്താ അത്, എന്താണോ എന്തെങ്കിലും കാരണം കാണും കേട്ടോ ഇങ്ങനെ പണിതിട്ടേക്കുന്നത്. ഇവിടെ ഫുൾ ഓൾമോസ്റ്റ് ഉള്ളവരെല്ലാം ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ. ഇതൊരു പുൽക്കൂടിൻ്റെ സെറ്റപ്പാണ്. പക്ഷെ സൈഡിലൊക്കെ ബോട്ട് വെച്ചിട്ടുണ്ട്. എന്താണോ ഈ ഏരിയ എനിക്ക് തോന്നണേ ഇവിടെ ആക്ച്വലി ഫിഷിങ്ങിന്റെ ഏരിയയാണ്. കടലായതുകൊണ്ട്. അപ്പോൾ ഇത് കിട്ടി തന്നെ മീൻപിടുത്തക്കാർക്കാ മാതാവിന്റെ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു
ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സിംബോളിക് സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ ഇത് കണ്ടിട്ട്. നമ്മുടെ ബെറാക്കിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറേ കൊതുകൊക്കെ കടിച്ചു കേട്ടോ. ബെറാക്കി ഇത് കണ്ടോ, ഇവിടെ കടിച്ചു, ഇവിടെ കടിച്ചു, ഇവിടെ കടിച്ചിടും, ഇവിടെ കടിച്ചു. പാവം പറ്റി, എൻ്റെ പറ്റി പാവം. ഓക്കെ, നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ഷാറുഖ് ഖാൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല, പുറത്ത് നമ്മൾ നിൽക്കുന്നു, നമ്മൾ കാണുന്നു. ഇവിടെ നിന്ന് നമ്മൾ ബ്ലസൻ ജോൺ റോഡിലേക്ക് കയറുവാണ്, BJ റോഡ്. ഇതാണ് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ വീട്. ഇതല്ല അത്. അങ്ങനെ എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ വീട് കേട്ടോ. ഈ കാണും ഈ മല, ശരി ഈ മല കാരണം കാണാൻ പറ്റുന്നില്ലല്ലോ. ആണ്ടെ സ്ട്രൈറ്റ് കാണാമല്ലോ, കണ്ടോ മന്നത്ത് നിന്ന് എഴുതിക്കുന്നുണ്ടോ, ആൾക്കാർ അവിടെ നിൽക്കുന്നതുകൊണ്ട് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പരിസരത്ത് ഈ ഷാറുഖ് ഖാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും കുറേ പേരിങ്ങനെ ഫുഡ് വിൽക്കാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ടേ. കാരണം ഇവിടെ ആൾക്കാരെപ്പോഴും ഉണ്ട് ഈ ഏരിയയിൽ, അതുകൊണ്ട് ഫുഡ് വിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തെത്തി. ഞാൻ കാണിച്ചു തരാവേ, നോക്കിയോ. ഇഷ്ടംപോലെ പേര് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഇതാണ് ഈ കാണുന്ന പുള്ളിയുടെ വീടാട്ടോ. അവിടെ എങ്ങാണ്ടാ പുള്ളി വന്ന് നിൽക്കാറുള്ളതെന്ന് തോന്നുന്നു ഇടയ്ക്ക്, ബർത്ത്ഡേയുടെ സമയത്തൊക്കെ ഈ ഏരിയയിൽ. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലാട്ടോ പരിപാടി. കണ്ടോ, നമ്മൾ കുറച്ച് നേരം മുമ്പ് വരുമായിരുന്നെങ്കിൽ പുള്ളിനെ കാണാമായിരുന്നെന്നാണ് ഇവർ പറയണേ. പുള്ളി ഇച്ചിരി വരുമ്പോൾ ഇതിലേ അങ്ങ് പോയേ ഉള്ളൂ എന്ന്, ഇച്ചിരി ലേറ്റ് ആയി പോയെന്നുള്ളത്. നമ്മുടെ കുഞ്ഞും പിന്നെ അവരാരും ഇറങ്ങിയില്ല കേട്ടോ. അവർക്ക് ഷാറുഖ് ഖാനെ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവർ വണ്ടിയുടെ അകത്ത് തന്നെ ഇരിക്കുക. ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലെങ്കിൽ ഞാനും ഇറങ്ങത്തില്ലായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെ സെയ്ഫ് അലി ഖാൻ്റെ വീടുണ്ടായിരുന്നു. പുള്ളിക്ക് മാർക്കറ്റിൽ ഇടുവായതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. ഓക്കെ, ഷാറുഖ് ഖാനെ മാർക്കറ്റുള്ളൂ. ഈ പരിസരത്ത് എവിടെയോ പൃഥ്വിരാജും വീട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. വീടാണോ അതോ ഫ്ലാറ്റാണോ? വീടാണെന്നാ തോന്നുന്നത്. ഈ ഭാഗത്താണല്ലേ. ഈ ഭാഗത്ത് എവിടെയോ ആണ് മേടിച്ചത്, എവിടെയോ നമുക്ക് സിനിമ നടിയില്ല, പക്ഷെ എനിക്ക് ആരാണെന്ന് അറിയില്ല. ചെടിയുണ്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നത് ഷാറുഖ് ഖാന്റെയും പിന്നെ സൽമാൻ ഖാന്റെയും വീടാന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ടോ. ഓപ്പോസിറ്റ് നോക്കിയതേ സീഷോറാ, പക്ഷെ പാറയാണേ. വെള്ളം ഇറങ്ങിയത് പാറയാ മൊത്തം. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് കാണാം കേട്ടോ, കടൽപ്പാലം. പാലം പണിതുകൊണ്ടിരിക്കുക. അതെ, ഇത് സൽമാൻ ഖാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റ് ആണ്. ഇത് കണ്ടോ, പുള്ളിയുടെ അതല്ലേ കൊള്ളാം. പുള്ളിയുടെ അവിടുത്തെ സെക്യൂരിറ്റി വണ്ടികളാണ്, ബോഡി ഗാർഡും പരിപാടികളൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങോട്ടും നമ്മൾ അധികം കയറുന്നത്, കാരണം അവിടെ വണ്ടി നിർത്താനായിട്ട് അധികം സ്ഥലമില്ല. അപ്പോൾ നമ്മൾ അവിടെ സമ്മതിക്കത്തുമില്ല, അവിടെ നിറച്ച് സെക്യൂരിറ്റികൾ നിൽക്കുക. ഷാറുഖ് ഖാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ പിന്നെ ആൾക്കാർക്ക് നിൽക്കാനും ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഏതാണ്ട് ഇത് മെഹബൂബ് സ്റ്റുഡിയോസ്, നമ്മുടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്റ്റുഡിയോ ആയിരുന്നു. ഇത് ലീലാവതി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം ഇവിടെയാണല്ലേ അമിതാഭ് ബച്ചനൊക്കെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഹോസ്പിറ്റലാന്ന് പറഞ്ഞത്. മിക്ക ആക്ടേഴ്സും ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഒക്കെ ഹോസ്പിറ്റലാണ്. അവരിവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റും പരിപാടികളൊക്കെ. മുംബൈ 24/7 ഒരു പുള്ളി ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, മൊത്തം കെട്ടിടങ്ങളാണ് ചുറ്റും. കണ്ടോ, നല്ല മീനിങ് ഫുൾ. അതായത് 24/7 കെട്ടിടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടണം എന്ന്. വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ. ഇത് സാന്താക്രൂസ് ഏരിയ കേട്ടോ, അതായത് ഡൊമസ്റ്റിക് എയർപോർട്ട് ഈ ഏരിയയിൽ. ഇത് കണ്ടോ, അപ്പുറത്തെ ട്രാഫിക് നോക്കിയേ, അത് ട്രാഫിക് കേട്ടോ, നല്ല ട്രാഫിക് ഉണ്ട്. ഭാഗ്യത്തിന് നമുക്ക് അധികം ഇല്ല, കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ എയർപോർട്ടിൻ്റെ സ്ഥലത്തേക്ക് എത്തി. അതാ കാണുന്നത് എയർപോർട്ടിന് മറ്റേ സിഗ്നൽസ് കൊടുക്കുന്ന സ്ഥലം കേട്ടോ, അതാ കാണുന്നത്. ഉറങ്ങി, അതിന്റെ പേരിൽ എല്ലാവരും കിടന്ന് ഉറങ്ങാം. ഞങ്ങള് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന്റെ അവിടെ എത്തി. പക്ഷേ അവിടെ പണി നടക്കുവാണ്. പണി പാളിയോ ഏതാണ്ടോ പണി നടക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ ഈ നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഒരു സർപ്രൈസ് ഉള്ളത്. നമ്മൾ ഇനി പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് നടന്നു വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന്റെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ടു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇതിലെ വഴിയുണ്ടെന്ന് തോന്നുന്നു, ഇതിലേ പോകാൻ തോന്നുന്നു കേട്ടോ കുഞ്ഞാ. പക്ഷേ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ പാർക്കിലേക്ക്, സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലേക്ക് കയറിയിട്ട് അവിടെ നമ്മുടെ സർപ്രൈസ് കാണാൻ നമ്മൾ പോകുന്നു. അല്ല, സർപ്രൈസ് ഉറങ്ങുവാണെങ്കിൽ എന്താ പറഞ്ഞേ? എന്താ ഇനി ഒരു കേക്ക് വാങ്ങിച്ചോണ്ട് വരായിരുന്നു പറഞ്ഞു. എന്തിനാ അത്?
അല്ല സർപ്രൈസിൻ്റെ ഒക്കെ കൂടെ പോയി മുറിക്കാൻ. അവളുടെ ബർത്ത്ഡേ ഈ മാസമാണ്, അതുകൊണ്ട് ബെറാക്കി എന്തോ അന്വേഷിക്കുക താഴെ. അവന്റെ എന്തോ താഴെ പോയെന്ന് തോന്നുന്നു കേട്ടോ ബെഡിന്റെ. ടിക്കറ്റ് എബോവ് 12 ഇയേഴ്സിന് 50, മറ്റവർക്ക് അതിന്റെ നേരെ പകുതി. 5 to 12 ഇയേഴ്സിന് നേരെ പകുതി. നമ്മൾ മിക്കവാറും ഈ കിടക്കുന്ന വണ്ടിയിലായിരിക്കും പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുക്കണം ആദ്യം. ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെ ചെന്നിട്ട് ബസ്സിന്റെ ടിക്കറ്റ് വേറെ ഉണ്ട്. അവിടെ ബസ് സർവീസ് ചെയ്തതുണ്ട്. അവിടെ നിന്ന് നമ്മൾ ബസ്സിന്റെ ടിക്കറ്റ് എടുക്കണം. ബെറാക്കിക്ക് ഫ്രീ ആണ്, കാരണം ബെറാക്കി 9 months അല്ലേ ആയിട്ടുള്ളൂ. ബെഡി നിനക്ക് ഫ്രീ ആരാ ടിക്കറ്റ്? നമ്മളിനി ഈ ബസ്സിന്റെ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ് ഈ ബസ്സിന്റെ ടിക്കറ്റ്. എന്താണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവര്, എന്താണെന്ന് അറിയത്തില്ല. ഈ ബസ്സിന് വാനിന് പോയാൽ ഈ കാണുന്ന വാനല്ലേ? ഓക്കെ, ഇവിടെ കുറച്ച് വാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വാനിൽ പോയാൽ ജെയിൻ ടെമ്പിളും കനേരി കേവ്സും അങ്ങനെയൊക്കെ കുറെ കൊണ്ടുപോകും. അവിടെ 1 മണിക്കൂർ എടുക്കും. ജെയിൻ ടെമ്പിളിൽ അവിടെ അങ്ങോട്ട് ഇത്ര നേരമുണ്ട്. പിന്നെ ഇപ്പോൾ വഴി പോകുന്ന വഴിക്കിന് മൃഗങ്ങൾ കാണും. ബസ്സിന് പോവുകയാണെങ്കിൽ പിന്നെയും എനിക്കൊന്ന് ഇച്ചിരി റേറ്റ് കുറവാണ്, പക്ഷേ ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ നമുക്കിവിടെ ബസ് ഇവിടെ ഓൾറെഡി ഉള്ളിടത്ത് നമുക്കിത് പോയാൽ പോരെ. അതെ, ഇതാണ് ബസ്, നല്ല ബസ്സാട്ടോ. എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞത് ഇതുപോലത്തെ വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകാന്നാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ അങ്ങനത്തെ ഒരു വണ്ടിയും കിടക്കുന്നുണ്ട്, അതാണ് കേട്ടോ. അവിടെ അതുപോലത്തെ ഒരു വണ്ടിയും കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മൾ ഈ ബസ് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുന്നു. ബെഡി ഓൾ സെറ്റാട്ടോ. ബെഡി എല്ലാം അകത്ത് കയറിയിട്ട് എല്ലാം കറക്റ്റ് പിടിച്ചൊക്കെ നമ്മൾ. അതെ, ബെഡി ഓൾ സെറ്റാണേ. ബെറാക്കി എഴുന്നേറ്റ് നിൽക്കുവാണേ. ബെറാക്കി ആണെങ്കിൽ മോമിയുടെ മടിയിൽ ചവിട്ടി എഴുന്നേറ്റ് നിൽക്കുക. ഇതുണ്ടോ ബെറാക്കി എത്തി വലി നോക്കണണ്ട അപ്പുറത്താരെ ഇരിക്കണേന്ന്. ഇവിടെ സൈക്കിൾ ചെയ്യാൻ പറ്റും കേട്ടോ, സൈക്ലിങ് കിട്ടും. നമുക്ക് സൈക്കിള് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ കിട്ടും. പക്ഷെ നമ്മൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് സൈക്കിളിൽ പോകാൻ പറ്റത്തില്ല. അവിടെ അത് കുറേ സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ വഴിയൊക്കെ പണിയുന്നുണ്ട്. എങ്ങോട്ടാണോ എന്തോ. ഞങ്ങളുടെ വണ്ടി ഇതന്നെ, ഞങ്ങൾ വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കുന്നത്. റോഡ് കാണാൻ ക്ലീൻ ആണെങ്കിലും പക്ഷെ റോഡിന്റെ ഉള്ളിൽ ഇത് നമ്മൾ പെട്ടെന്ന് കേരളത്തിലെത്തിയൊരു ഫീല്. ഇപ്പൊ ഓക്കെ ആയി കേട്ടോ, ഇപ്പൊ ഓക്കെ ആയി. ആ, നമ്മളെ നാട്ടില് കുട്ടമ്പുഴയിലൊക്കെ പോകുന്ന ഒരു ഫീല്. ഇവിടെ നീന്തരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നാ കാണിച്ച് നീന്താനാണാവോ? അവിടെ എങ്ങനെ നീന്താനാ ഇതിൻ്റെ അത്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആൾക്കാരൊക്കെ എത്തി വരും നോക്കുന്നു. എന്താണത്? എവിടെ ടീർ? ആ, മാൻ കിടാക്ക്. മാന് വന്നിട്ട് പോയിട്ടോ. നമ്മളൊക്കെ പട്ടിയെ കാണുന്ന പോലെ ഇവരൊക്കെ ടീറിനെ കാണുന്നത് കേട്ടോ. അകത്തൊക്കെ എന്തോരം വീടത്? വീടല്ല, ഷെഡ് പോലെയാണ്. പക്ഷെ എന്നാലും താമസമുള്ളവരാ. മുക്കിലും മൂലയിലും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നീന്താൻ പാടില്ലെന്ന്. ഒരു വെള്ളം പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കേട്ടോ. സൈക്ലിങ്ങിന്റെ പിള്ളേർ നിൽക്കുന്നുണ്ടോ, വരുന്നുണ്ടോ. ഞങ്ങൾക്ക് AC ബസ് കിട്ടിയത് ഉപകാരമായി പോയിട്ടോ. വേർത്ത് കുളിക്കാൻ പറ്റി. വേർത്ത് കുളിക്കുക, അതെ, ബെഡൊക്കെ വേർത്ത് കുളിച്ചിരിക്കുന്നു. ഇവിടെ എന്തിൻ്റെ എൻട്രൻസ് ആട്ടോ ഇത്? എന്തിൻ്റെ എൻട്രൻസ് ആണോ ഇത്? എന്താ എഴുതി വെച്ചേക്കണേ? ഏതോ 500 രൂപ പിഴന്നാണോ? ഓക്കെ ഫൈൻ. ഞങ്ങളെ ഏതോ സ്ഥലത്ത് ഇറക്കി വിട്ടു കേട്ടോ. ഇത് എന്താ ഇവിടെ എന്തൊക്കെ സാധനമുണ്ട്. ഞങ്ങൾ എവിടെ ഇറക്കി വിട്ടു. ഞങ്ങൾ ഈ കോൺ മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് 30 രൂപ. അങ്ങനെ ഞങ്ങൾ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ബെഡ് അതെടുത്ത് കളഞ്ഞു കേട്ടോ. അവൻ്റെ തലയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞത്. കുരങ്ങൻ വരുമോ കാര്യമായിട്ട് ഇത് ഇവിടെ ഇട്ടേക്കാം. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ, ഇതൊക്കെ ഫോൺ തട്ടിക്കൊണ്ട് അവൻ്റെ തുറന്നു നോക്കി. ദൈവമേ, ഒന്നും കണ്ടിട്ടില്ല. കൊണ്ടുപോയോ? അയ്യോ പറഞ്ഞതാ നേരത്തെ നിങ്ങൾ കൊണ്ടുപോകുമെന്ന്. അമ്മച്ചിയുടെ താണ്ടെ എടുത്ത് കഴിച്ച് അമ്മച്ചി പേടിച്ചു. ഡു നോട്ട് ഫീഡ് വൈൽഡ് ആനിമൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പൊക്കോളും. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പേടിച്ചുകൊണ്ട് പോയതുകൊണ്ടില്ലേ. അങ്ങനെ ഇതൊരു മലമ്പ്രദേശമാണ്. മലമ്പ്രദേശം, വിസർജനം നടത്തുന്ന സ്ഥലം. അതുകൊണ്ടാണ് മലമ്പ്രദേശം ഇട്ടത്. ഞങ്ങൾ കൻഹേരി കേവ്സിൻ്റെ അങ്ങോട്ട് വന്നു. ഇതുണ്ടോ, അതാണ് കേവ്. കണ്ടോ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വെറും ബ്യൂട്ടിഫുൾ, സൂപ്പർ. ഇത് കേവ് നമ്പർ 1 ആട്ടോ. ഇത് 150 കേവ് ഉണ്ട്. നമുക്ക് എല്ലാത്തൊന്നും കയറാൻ പറ്റത്തില്ല. നമ്മൾ 2 കയറിയിട്ട് തിരിച്ചു പോവാം. ഭയങ്കര വെയിലാണ്. ഞങ്ങൾ വന്നത് ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലാണ്. ഇത് കേവ് നമ്പർ 2 ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ ഒരാളിരിക്കണേ.
കേവ് നമ്പർ 2 അവിടെ ഫോട്ടോയ്ക്ക് ഇരിക്കുന്ന ഇത് കണ്ടോ കേവ്. ഇത് കേവ് നമ്പർ 3ഉം 4ഉം ഇവിടെ. ഇത് 4, ഇത് 3. എൻ്റെ അമ്പോ കൊള്ളാട്ടത്. അതിൻ്റെ അകത്തൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കൊത്തുപണി കാണിച്ചു തരാം. ഇതുണ്ടോ ഒറ്റ മലയുടെ അകത്ത് ഇങ്ങനെ കേവ് ഇത് പണിത് വെച്ചിട്ട്. അയ്യോ എൻ്റെ സൗണ്ടാണല്ലോ ഇതിൻ്റെ അകത്ത് മൊത്തം. ഇത് കണ്ടോ കൊത്തുപണി ചെയ്ത് വെച്ചേക്കുക മൊത്തം ഇവരാണേ. എൻ്റെ ഇടയിൽ ഇങ്ങനെയും കുറേ സാധനം അടിപൊളി. പഴയ കാലത്ത് ആൾക്കാരൊക്കെ ചെയ്തു വെച്ചതാ. അവരുടെ ഹോബി ആയിരുന്നു തോന്നല്ലേ ഇതൊക്കെ. കാരണം എല്ലായിടത്തും കുറേ സ്ഥലങ്ങൾ കാണാമല്ലോ ഇതുപോലെ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ 5ാമത്തെ കേവ് 6, 7, അത് 73ാമത്തെ കേവ് ആട്ടോ. അതാ കാണുന്നത്. അത് 73ാമത്തെ കേവാ. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ കറങ്ങിയത് ഫുള്ള് കേവ്സാ. ഡസ്റ്റ്ബിൻ. ഡസ്റ്റ്ബിൻ. ആഹാ, ഇത് പണ്ടെങ്ങാണ്ട് അവര് വേറെന്തോ കാര്യത്തിന് ഉപയോഗിച്ചാ. ഇത് ഡസ്റ്റ്ബിനൊക്കെ കല്ല് വെച്ചാണേ. അതും പറഞ്ഞിട്ടേക്കുന്ന. അല്ലാടാ അത് പിന്നീട് പണിതാന്ന് തോന്നുന്നു കേട്ടോ. ആ കാണുന്ന 73ാമത്തെ കേവ് ആണെങ്കിൽ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 150ഓളം കേവുകളുണ്ട്. നമ്മൾ 4എണ്ണത്തിൽ കയറിയിട്ട് നമ്മൾ മടുത്ത് കണ്ട. അരേ വാ വാ. ആ കാണുന്ന വഴിയിലാണ് കേട്ടോ നമ്മൾ വന്നേ. നമ്മൾ വന്നിട്ട് നേരെ ഈ കേവിൻ്റെ അവിടെ എത്തി. ഞങ്ങളിനി നമ്മുടെ ആ സർപ്രൈസ് കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അത് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ടോ. നമ്മളവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. പിന്നെ നേരെ അവരുടെ അടുത്തേക്ക് പോകും. അവരിങ്ങോട്ട് കയറിയില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല കയറ്റോ. അതിൻ്റെ ബെഡ് ഇതേ അങ്കിൻ്റെ കൈ പിടിക്കുക കേട്ടോ. അങ്ങോട്ട് കയറണം. നീ എടുക്കാൻ വേണ്ടിയാടാ. ഓക്കെ സെറ്റ്. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഭയങ്കര ചൂടും വെള്ളമാണ് തീർന്നു പോയി. അപ്പോൾ അവള് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയേക്കുക. ഇനി നമ്മൾ ആ സർപ്രൈസിലേക്കുള്ള ഒരു യാത്രയിലേക്ക് നമ്മൾ കയറി. പക്ഷെ ആ സർപ്രൈസ് കിടന്ന് ഉറങ്ങുവാണെന്നാണ് പറഞ്ഞത്. ദൈവമേ. അങ്ങനെ അവസാനം നമ്മൾ കുറച്ച് വെള്ളം കണ്ടേക്കുവാണ്. പക്ഷെ ഇതൊക്കെ ചീത്ത വെള്ളമാണ് അല്ലേ പറ്റി. അങ്ങനെ നമ്മൾ സർപ്രൈസിലേക്ക് എത്തുന്നു. നമ്മളത് ആ സർപ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനൊന്ന് നമ്മൾ ബുക്ക് ചെയ്യണം വണ്ടി. അപ്പോൾ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് പോവാം. ഇത് കണ്ടോ ടെംപ്റ്റേഷനാണ് ഇത്. ഇങ്ങനെ ഫുഡ് കളർ ചേർത്തിട്ടുണ്ടേ. റെഡ് ഫുഡ് കളർ ചേർത്ത് ഞാൻ ഇച്ചിരി കഴിച്ചിട്ട് നാക്ക് മൊത്തം റെഡ് കളർ. ഞങ്ങൾ പേരക്കയും കൂടെ മേടിച്ചു കേട്ടോ. അത് ഉപ്പും മുളകൊക്കെ ഇട്ട് അടിപൊളി. അപ്പോൾ നമ്മുടെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ടൈഗർ സഫാരി. അതെ, ടൈഗർ സഫാരിയാണ്. ടൈഗറാണോ ലയണാണോ രണ്ടും കണ്ടോ. ലയൺ ആൻഡ് ടൈഗർ സഫാരി ബുക്കിംഗ് ഓഫീസ്. അല്ലെങ്കിൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക കണ്ടോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ടൈഗറിനെയോ ലയണിനെയോ ജീവിതത്തിൽ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല സോറി, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്നെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മൈസൂർ സൂവിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് മറന്നു പോയിട്ടോ. അത് മനസ്സിലങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്ത് ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുന്നിടത്ത് തൊട്ടടുത്ത് വരുമല്ലോ, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടാതെ. അത് കിട്ടിയിട്ടില്ല. അത് മിക്കവാറും നമ്മളിപ്പോൾ പോകുന്നിടത്ത് കണ്ടാലും ഒക്കെ. നമ്മുടെ കേവ്സിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് ഇവർ ഉറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അറിയത്തില്ല. നമുക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. തൊട്ടടുത്ത് വരാൻ നേരത്തെ രസമായിരിക്കും. ഇല്ലെങ്കിൽ പ്ലാൻ പൊളിഞ്ഞു.